ദിസ് ഈസ് മൈ വിൽ ആൻഡ് മൈ ഫൈനൽ മെസ്സേജ്. എൻ്റെ ഈ വാക്കുകൾ നിങ്ങളിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ ഇസ്രായേൽ എന്നെ കൊലപ്പെടുത്തുകയും എൻ്റെ ശബ്ദത്തെ നിശബ്ദമാക്കുകയും ചെയ്തുവെന്ന് നിങ്ങൾ അറിയുക. നിങ്ങൾക്ക് സമാധാനവും അള്ളാഹുവിൻ്റെ കരുണയും അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ. ഞാൻ ഈ മണ്ണിൽ കണ്ണു തുറന്ന നിമിഷം മുതൽ ജബാലിയ അഭയാർത്ഥി ക്യാമ്പിൻ്റെ ഇടവഴികളിലും തെരുവുകളിലും ജീവിച്ചപ്പോഴെല്ലാം എൻ്റെ ജനതയ്ക്ക് താങ്ങും ശബ്ദവുമാകാൻ ഞാൻ എൻ്റെ എല്ലാ ശക്തിയുമെടുത്ത് പരിശ്രമിച്ചിട്ടുണ്ട്. അത് അള്ളാഹുവിനറിയാം. കുടുംബത്തെയും പ്രിയപ്പെട്ടവരെയും കൂട്ടി ഞങ്ങളുടെ മാതൃനാട്ടിലേക്ക് അധിനിവേശത്തിന് കീഴടങ്ങിയ അസ്കലോൺ മജ്ദൽ എന്ന എൻ്റെ ഊരിലേക്ക് മടങ്ങിപ്പോകാൻ അള്ളാഹു എൻ്റെ ആയുസ് നീട്ടിത്തരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ അള്ളാഹുവിൻ്റെ തീരുമാനം നടപ്പിലായിരിക്കുന്നു. അവൻ്റെ വിധി നിറവേറിയിരിക്കുന്നു. ഇത് അദ്ദേഹത്തിൻ്റെ അവസാനത്തെ സന്ദേശമായിരുന്നു. പേര് അനസ് അൽ ഷെരീഫ്, 28 വയസ്സ്, അൽ ജസീറയുടെ മാധ്യമ പ്രവർത്തകൻ. ഗസയിലെ ദാരുണമായ വംശഹത്യാ ചിത്രങ്ങളെ അൽ ജസീറയിലൂടെ ലോകമറിയുമ്പോൾ അതിനു പിറകിൽ അനസിനെ പോലത്തെ ഫലസ്തീൻ യുവ മാധ്യമ പ്രവർത്തകരുണ്ടായിരുന്നു. അനസിനെ ഇസ്രായേൽ കൊന്നു. അനസിനെ മാത്രമല്ല, അനസ് അൽ ഷെരീഫിനൊപ്പം 5 പത്രപ്രവർത്തകർ കൂടി കൊല്ലപ്പെട്ടു. ഗസ സിറ്റിയിൽ പത്രപ്രവർത്തകർ ഉപയോഗിച്ചിരുന്ന ഒരു ടെൻറ്റിന് നേരെ ഇസ്രായേൽ ആക്രമണം നടത്തി. ആക്രമണത്തിൽ ഇസ്രായേൽ പറഞ്ഞ ന്യായമാണ് അതിലേറെ പ്രഹസനം. അൽ ജസീറ നെറ്റ്വർക്കിനു വേണ്ടി പത്രപ്രവർത്തകനായി വേഷം കെട്ടിയ ഭീകരവാദിയാണത്രേ അനസ് അൽ ഷെരീഫ്. ഇസ്രായേലിലേക്ക് റോക്കറ്റുകൾ അയക്കാൻ അനസ് പ്രേരിപ്പിക്കാറുണ്ടായിരുന്നത്രേ. അനസും കൂടി കൊല ചെയ്യപ്പെട്ടതോടെ ഗസയിലെ തങ്ങളുടെ എല്ലാ ജേർണലിസ്റ്റുകളും കൊല്ലപ്പെട്ടിരിക്കുന്നുവെന്ന് അൽ ജസീറ സ്ഥിരീകരിക്കുന്നു. അനസ് അവസാനത്തെയാളല്ല. 2023 മുതൽ ഇന്നുവരെ ഗസയിൽ 200-ലധികം ജേർണലിസ്റ്റുകൾ കൊല്ലപ്പെട്ടുവെന്നാണ് കണക്ക്. കൊല്ലപ്പെട്ട ജേർണലിസ്റ്റുകളുടെ പേരുവിവരങ്ങൾ, അവർ എന്ന്, എവിടെ, എങ്ങനെ കൊല്ലപ്പെട്ടുവെന്നതുൾപ്പെടെയുള്ള കണക്കുകൾ കമ്മിറ്റി ടു പ്രൊട്ടക്ട് ജേർണലിസ്റ്റ് CPJ-യുടെ വെബ്സൈറ്റിലുണ്ട്. ഫലസ്തീനിൽ കൊല്ലപ്പെട്ട ജേർണലിസ്റ്റുകളുടെ എണ്ണം ലോകത്തിലെ മറ്റേതൊരു സംഘർഷത്തെക്കാളും കൂടുതലാണ്. ഇസ്രായേൽ ക്രൂരതയ്ക്ക് മുന്നിൽ മാധ്യമ പ്രവർത്തകർക്കും രക്ഷയില്ല. സത്യത്തിൻ്റെ ശബ്ദങ്ങളെ ഒതുക്കാൻ ഏറ്റവും യോഗ്യമായ വഴി ജേർണലിസ്റ്റുകളെ തീർത്തു കളയലാണെന്ന് അവർക്കറിയാം. യഥാർത്ഥ ചിത്രങ്ങൾ ഇനി ആര് പുറത്തറിയിക്കാനാണ്? ചരിത്രം ആരെഴുതാനാണ്? അനസ് അൽ ഷെരീഫിനെ പോലെ പ്രതീക്ഷയോടെ ഓടി നടന്ന എത്രയോ യുവതി യുവാക്കൾ, ജേർണലിസ്റ്റുകൾ ഇസ്രായേലിൻ്റെ ക്രൂരത ഏറ്റുവാങ്ങി ജീവൻ വെടിഞ്ഞു. ജൂണിൽ ഗസ സിറ്റിയിലെ അൽബക്ക കഫയിൽ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയിരുന്നു. അന്ന് 32 വയസ്സുള്ള ഇസ്മായിൽ അബു ഹത്താബ് എന്ന പ്രതിഭാശാലിയായ ഫോട്ടോഗ്രാഫറും ഫിലിം മേക്കറും കൊല്ലപ്പെട്ടു. ഗസയിലെ യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസസിൽ നിന്നാണ് അദ്ദേഹം ബിരുദമെടുത്തത്. 2024 മുമ്പ് നടന്ന ഒരാക്രമണത്തിൽ ഗുരുതരമായി തൻ്റെ കാലിന് പരിക്കേറ്റ് രക്ഷപ്പെട്ട മീഡിയ പ്രവർത്തകനായിരുന്നു ഇസ്മായിൽ അബു ഹത്താബ്. പക്ഷേ ഇത്തവണ അദ്ദേഹത്തെ കൊല്ലുന്നതിൽ ഇസ്രായേൽ ജയിച്ചു. ഗസയുടെ കഥകൾ ചിത്രങ്ങളിലൂടെ ലോകത്തോട് പറയാൻ ജീവിതം സമർപ്പിച്ചതാണ് ഇസ്മായിൽ അബു ഹത്താബ്. അമേരിക്കയിലും സ്പെയിനിലും അദ്ദേഹത്തിൻ്റെ പ്രദർശനങ്ങൾ നടക്കാറുണ്ടായിരുന്നു. ഫലസ്തീൻ്റെ കലയെയും ചിത്രങ്ങളെയും ലോകത്തിന് മുന്നിൽ കാണിക്കുന്ന പ്ലാറ്റ്ഫോമുകൾ അദ്ദേഹം ഉണ്ടാക്കുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ശബ്ദവും നിലച്ചിരിക്കുന്നു. പക്ഷേ ഇവർ പകരുന്ന ദർശനം അപ്പോഴും അവിടെ ബാക്കിയാകുന്നുണ്ട്. 25 വയസ്സുള്ള യുവതിയാണ് ഫാത്തിമ, ഫോട്ടോഗ്രാഫർ, ഫിലിം മേക്കർ. കഴിഞ്ഞ ഏപ്രിലിൽ തൻ്റെ വിവാഹത്തിന് തൊട്ടുമുമ്പ് വടക്കൻ ഗസയിലെ ഫാത്തിമയുടെ വീട്ടിലേക്ക് ഇസ്രായേൽ വ്യോമാക്രമണം നടത്തി. ഫാത്തിമയും ഫലസ്തീൻ മണ്ണിലെ അനീതികളിൽ ഒരാളായി ഈ ഭൂമിയോട് വിട പറഞ്ഞിരിക്കുന്നു. യുദ്ധത്തെക്കുറിച്ച്, നാടുകടത്തലിനെക്കുറിച്ച്, തൻ്റെ 11 ബന്ധുക്കളെ നഷ്ടപ്പെട്ടതിനെക്കുറിച്ചെല്ലാം കഴിഞ്ഞ 18 മാസമായി ഡോക്യുമെൻ്റ് ചെയ്യുകയായിരുന്നു ഫാത്തിമ. ഞാൻ മരിക്കുമ്പോൾ അത് എല്ലാവരും അറിയുന്ന ഉച്ചത്തിലുള്ളൊരു മരണമാകണം എന്ന് ഫാത്തിമ എഴുതി വച്ചിരുന്നു. 37 വയസ്സാണ് ഹസൻ അസ്ലിഹിന്. മുമ്പ് നടന്ന ഇസ്രായേൽ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കുപറ്റി. ചികിത്സിക്കുന്നതിനിടെ ആശുപത്രിയിലെ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഇസ്രായേൽ ഡ്രോൺ ആക്രമണം നടത്തി. ഹസൻ അസ്ലിഹ് ആ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. സൈന്യത്തെ ഇസ്രായേലിലേക്ക് പിന്തുടർന്നുപോയി ആക്രമണങ്ങളെ ഡോക്യുമെൻ്റ് ചെയ്തയാളാണ് ഹസൻ അസ്ലിഹ്. 2 മാസത്തെ വെടിനിർത്തൽ ഇസ്രായേൽ അന്തിമമായി അവസാനിപ്പിച്ചതിനു തൊട്ടുപിന്നാലെ നടത്തിയ കൂട്ടവ്യോമാക്രമണങ്ങളിൽ കൊല്ലപ്പെട്ട മറ്റൊരു ജേർണലിസ്റ്റാണ് ഹൊസൈൻ ഷാബത്ത്. അൽ ജസീറ മുബാഷറ ചാനലിൻ്റെ ലേഖകനായിരുന്നു അദ്ദേഹം. ആക്രമണത്തിൽ നശിച്ച ബൈത്ത് ലഹിയയിലെ തൻ്റെ പട്ടണത്തിൽ
അഭിമുഖങ്ങൾ നടത്തുകയായിരുന്നു ഹൊസൈൻ എന്ന ഈ മാധ്യമ പ്രവർത്തകൻ. തൻ്റെ കാറിന് നേരെയുള്ള വ്യോമാക്രമണത്തിൽ അദ്ദേഹം തൽക്ഷണം കൊല്ലപ്പെട്ടു. അമേരിക്കയിലെ വിഖ്യാതമായ ഡ്രോപ്പ് സൈറ്റ് ന്യൂസിനു വേണ്ടിയും അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു. കൊല്ലപ്പെട്ട മറ്റൊരു ജേർണലിസ്റ്റാണ് ഹംസ അൽ ദഹ്ദൂദ്. 2024 ജനുവരിയിൽ നടന്ന ഇസ്രായേൽ ഡ്രോൺ ആക്രമണത്തിലാണ് അദ്ദേഹം കൊല്ലപ്പെടുന്നത്. ഏജൻസ് ഫ്രാൻസ് പ്രസ്സിനു വേണ്ടി പ്രവർത്തിച്ചിരുന്ന ഒരു ഫ്രീലാൻസ് ക്യാമറ പേഴ്സണെയും ഹംസയെയും ഇസ്രായേൽ ഒരുമിച്ച് കൊന്നു. അൽ ജസീറയുടെ ബ്യൂറോ ചീഫായി സേവനമനുഷ്ഠിക്കുകയായിരുന്നു അദ്ദേഹം. പട്ടിണി കിടന്ന് നരകിക്കുന്ന പിഞ്ചു കുഞ്ഞുങ്ങളെപ്പോലും അന്നം തരാമെന്ന് മോഹിപ്പിച്ച് ട്രക്കുകൾക്ക് മുന്നിൽ വരി നിർത്തി ഒട്ടിയ വയറിലേക്ക് നിറയൊഴിക്കുന്ന ആർമാദിക്കുന്ന പട്ടാളക്കാരാണ് ഗസയിൽ ക്രൂരത നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജീവനുകൾ കവരുന്നവർക്ക് സത്യത്തിൻ്റെ ശബ്ദങ്ങൾ കവർന്നെടുക്കാൻ മടി തോന്നുന്നില്ലല്ലോ. സത്യം ഡോക്യുമെൻ്റ് ചെയ്യാൻ ജീവൻ പോലും നഷ്ടപ്പെടുത്തിയ കഥാകാരന്മാർ. കൊല്ലപ്പെട്ട 200-ലധികം പലസ്തീൻ ജേർണലിസ്റ്റുകളെ അതിൽ പരം എങ്ങനെ വിശേഷിപ്പിക്കാനാണ്?